ശരിയായിട്ടുള്ള ഗതാഗത സൗകര്യമില്ലാതെ കാരണം വേണ്ട വിധത്തിൽ ആ ഏരിയ ഡെവലപ്പ് ചെയ്യാനോ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ല. അതും ഈ പഞ്ചായത്തിൻ്റെ അപര്യാപ്തതയാണ്, പഞ്ചായത്ത് ഭരണസമിതിയുടെ അപര്യാപ്തതയാണ് കാണിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമായി MLAയുമായിട്ട് ചേർന്ന് അതെല്ലാം പണ്ടായി വികസിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. കൂടുതലും രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് നടക്കാതിരിക്കുന്നത്. വേണമെങ്കിൽ നടക്കാമായിരുന്നു, പക്ഷേ രാഷ്ട്രീയപരമായ ചില തീരുമാനങ്ങളും പിഴവുകളും കാരണം അത് ഇതുവരെ നടന്നു കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ BJP ഭരണസമിതി പഞ്ചായത്തിൽ അധികാരികൾ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ സമഗ്രമായൊരു മാറ്റം ഉണ്ടാകും. നാടറിയണം സ്ഥാനാർത്ഥികളെ. Meet candidates with UTalk. എൻ്റെ പേര് സാബു നരിക്കുഴി എന്നാണ്. ഞാൻ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കല്ലറ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു. എന്താണ് ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഉള്ള പുതിയ പ്ലാനുകൾ? ഇവിടെ കല്ലറയുടെ സമഗ്ര വികസനം കല്ലറ പഞ്ചായത്ത് കമ്മിറ്റിയുമായിട്ട് ചേർന്ന് നടത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇപ്രാവശ്യം കല്ലറ പഞ്ചായത്ത് BJP ഭരിക്കുമെന്ന് ഏകദേശം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ച് നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിലവിലിപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ തൃപ്തിയുണ്ടോ? ഒട്ടും തൃപ്തിയില്ല. എന്തൊക്കെയാണ് അവരുടെ ഒരു ഭരണത്തിലെ പോരായ്മകളായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ? ഈ കല്ലറയിൽ കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ കല്ലറയെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമായിരുന്നു, പക്ഷെ കൊണ്ടുവന്നിട്ടില്ല. കല്ലറ ഈ ജംഗ്ഷനിലെ ഈ ട്രാഫിക് ബ്ലോക്ക് ഇവരൊന്നുകൂടെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ അത് പണ്ടേ അത് നമുക്ക് മാറ്റി കിട്ടുമായിരുന്നു. അവർ യാതൊരു താല്പര്യവും അതിനകത്ത് കാണിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ പീക്ക് ടൈമിങ്ങിൽ ഈ കണ്ടമാനം ട്രക്കുകൾ പോകുന്ന വഴി നമ്മുടെ റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുകയാണ്. അതിന് ഒരു ശരിയായ ഒരു പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് ഈ പഞ്ചായത്തിലെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ മുണ്ടാർ ഏരിയയിൽ ശരിയായിട്ടുള്ള ഗതാഗത സൗകര്യമില്ലാതെ കാരണം വേണ്ട വിധത്തിൽ ആ ഏരിയ ഡെവലപ്പ് ചെയ്യാനോ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ല. അതും ഈ പഞ്ചായത്തിൻ്റെ അപര്യാപ്തതയാണ്, പഞ്ചായത്ത് ഭരണസമിതിയുടെ അപര്യാപ്തതയാണ് കാണിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമായി MLAയുമായിട്ട് ചേർന്ന് അതെല്ലാം പണ്ടായി വികസിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കൂടുതലും രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് നടക്കാതിരിക്കുന്നത്. വേണമെങ്കിൽ നടക്കാമായിരുന്നു, പക്ഷേ രാഷ്ട്രീയപരമായ ചില തീരുമാനങ്ങളും പിഴവുകളും കാരണം അത് ഇതുവരെ നടന്നു കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ BJP ഭരണസമിതി പഞ്ചായത്തിൽ അധികാരികൾ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ സമഗ്രമായൊരു മാറ്റം ഉണ്ടാകും. വളരെ വേഗം ഈ പഞ്ചായത്ത് ഡെവലപ്പ് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് കോട്ടയം ജില്ലയിലെ BJP ഭരിക്കുന്ന 2 പഞ്ചായത്തുകളാണ് പള്ളിക്കത്തോട് പഞ്ചായത്തും മുത്തോലി പഞ്ചായത്തും. അവിടെയൊക്കെ ഇവിടുത്തെ ആൾക്കാർ പോയി കാണണം എന്ത് രീതിയിലാണ് അവിടെ വികസനം നടന്നിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള വികസനമാണ് അവിടെ നടന്നിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ധാരാളം പദ്ധതികൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്കും മറ്റ് ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടുണ്ട്. അന്ന് അവരുടെ ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത്. അവർക്ക് താല്പര്യമുണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും കേന്ദ്ര ഗവൺമെൻറ് വിവിധ സ്കീമുകളിൽ വരുന്ന എല്ലാ സൗകര്യങ്ങളും അവരുടെ നാട്ടുകാർക്ക് നൽകണമെന്ന് അവിടുത്തെ ജനപ്രതിനിധികൾ ആഗ്രഹിച്ചു. അതനുസരിച്ച് കണ്ടമാനം ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടായി. ആ സാഹചര്യം കല്ലറ പഞ്ചായത്തിലും വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ജനങ്ങൾക്ക് അർഹമായ എല്ലാ സൗകര്യങ്ങളും എല്ലാ അവകാശങ്ങളും നമുക്ക് സാധിച്ചു കിട്ടണം. അപ്പോൾ എല്ലാവിധ ആശംസകളും.